മാധ്യമങ്ങളുടെ ബാർക്ക് റേറ്റിംഗ് നിശ്ചയിക്കുന്ന കാര്യത്തിൽ മാധ്യമ സ്ഥാപനങ്ങൾ നേരിട്ട് ഇടപെടുന്നു, അഴിമതി കാണിക്കുന്നു എന്നുള്ളത് വ്യാപകമായ ഒരു പരാതിയായിരുന്നു. 24 ന്യൂസിലെ മാനേജിംഗ് ഡയറക്ടറായി ഇപ്പോൾ പ്രവർത്തിക്കുന്ന ശ്രീകണ്ഠൻ നായർ കൃത്യമായി ഇതിനെക്കുറിച്ച് പല കോൺക്ലേവുകളിലും അഭിപ്രായം ഉന്നയിച്ചതാണ്. അദ്ദേഹം വളരെ വൈകാരികമായി ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത്, അങ്ങനെ പൊടുന്നനെ കയറി വിജയിക്കാൻ കഴിയുന്ന രീതികളിൽ ചുളു വഴികൾ സ്വീകരിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും ശാശ്വതമായി നിലനിൽക്കില്ല, അതൊക്കെ വെണ്ണീറാകും എന്നൊരു ശക്തമായ സന്ദേശം കൂടി ശ്രീകണ്ഠൻ നായർ കൊടുത്തിരുന്നു. ഇപ്പോഴിതാ 24 ന്യൂസ് കൃത്യമായി പരാതി കൊടുത്തിരുന്നു. ഇപ്പോൾ ബാർക്ക് റേറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് ബാർക്ക് റേറ്റിലെ ജീവനക്കാരൻ പ്രേംനാഥിനെ 1-ാം പ്രതിയും ആൻഡോ അഗസ്റ്റിനെ പ്രതി ചേർക്കുകയും ചെയ്തിരിക്കുകയാണ്. ആൻഡോ അഗസ്റ്റിനെ പ്രതി ചേർത്തുകൊണ്ട് കളമശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുന്നു. നമുക്കറിയാം, റിപ്പോർട്ടർ ചാനൽ പൊടുന്നനെ എങ്ങനെയാണ് ഏറ്റവും താഴേക്കിടയിൽ ടോപ്പിലേക്ക് എത്തിയത്. അതുമാത്രമല്ല, തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ വിവിധ സംസ്ഥാനങ്ങളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പും അതുപോലുള്ള പല ഇലക്ഷൻസ് നടക്കുമ്പോഴാണല്ലോ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾക്ക് സ്വീകാര്യത കിട്ടുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ ലൈവായി സോഷ്യൽ മീഡിയയിൽ കയറി ഈ ചാനലുകൾ നോക്കാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, എല്ലാ പ്രമുഖ മാധ്യമ ചാനലുകളുടെയും ഓൺലൈൻ സ്ട്രീമിംഗ്, ലൈവ് സ്ട്രീമിംഗ് നമുക്ക് ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. അത് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത് ഏത് ചാനലാണ്? റിപ്പോർട്ടറാണോ, 24 ആണോ, ഏഷ്യാനെറ്റ് ന്യൂസ് ആണോ? ഇത്തരത്തിൽ പല രീതിയിൽ ചർച്ചകളുണ്ട്. അവിടെയാണ് ഒരേ സമയം നിരവധിയായ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് പല സ്വകാര്യ ഏജൻസികളും പൊടുന്നനെ വ്യൂവർഷിപ്പ് 2000-ൽ നിന്നും 10,000-ലേക്ക്, 10,000-ൽ നിന്നും 15,000-ലേക്ക് ഇങ്ങനെ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള കള്ളക്കളികൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നു. അതായത് ചാനലിൽ വലിയ രീതിയിലുള്ള ഒരു ടാപ്പറിങ് നടക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിരവധിയായ അൽഗോരിതം ഇപ്പോൾ ജനങ്ങൾ യാഥാർത്ഥ്യത്തോടെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. തൊട്ടിൽ മരമുറി കേസിൽ നേരത്തെ പ്രതി ചേർക്കപ്പെട്ട ആൻഡോ അഗസ്റ്റിൻ ഈ കേസിലും പ്രതി ചേർക്കപ്പെടുന്ന അവസ്ഥയാണ്. ആൻഡോ അഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ടർ ചാനൽ, അഗസ്റ്റിൻ സഹോദരങ്ങൾ ഏറ്റവും കൂടുതൽ ഷെയർ വാങ്ങി ആ റിപ്പോർട്ടർ ചാനലിൻ്റെ കമ്പനിയുടെ ഉടമയാവുകയും അത് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മറ്റ് ബിസിനസ്സുകളെയെല്ലാം വെളുപ്പിക്കാനും സംസ്ഥാന സർക്കാരുമായി ഒരു രമ്യതയിലെത്താനും വേണ്ടി ദീർഘനാളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് UDFനെ ബോധപൂർവം കരിവാരി തേക്കാൻ ആൻഡോ അഗസ്റ്റിൻ നേരിട്ട് പുറപ്പെടുന്നത് എന്ന് കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ വളരെ വ്യക്തമായി അവരെ കൈയകരത്തിൽ നിർത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. റിപ്പോർട്ടർ ചാനലിലെ റോഷി ബാലിനെ അടക്കം കെ സുധാകരൻ പല വേദികളിലും അടുപ്പിക്കാതെ ആട്ടി വിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതെല്ലാം ഈ രീതിയിലുള്ള തോന്നിയാസവും തെമ്മാടിത്തരവും കയ്യിലിരിപ്പും മോശമായതുകൊണ്ട് തന്നെയാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. ആൻഡോ അഗസ്റ്റിൻ കുടുങ്ങിയിരിക്കുന്നു. പക്ഷേ ഇതൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു വിഷയമല്ല. കാട്ടുകള്ളൻ വീരപ്പൻ എന്ന് ആൻഡോ അഗസ്റ്റിനെ അടക്കമുള്ളവരെ തന്നെയാണ് ഡോക്ടർ അരുൺകുമാർ 24-ൽ ഇരുന്നത് മെഴുകിയതെങ്കിൽ, അതേ അരുൺകുമാറിനെ വിലയ്ക്ക് വാങ്ങി അരുൺകുമാറിനെ തൻ്റെ കീഴിലാക്കിയത് ആൻഡോ അഗസ്റ്റിൻ്റെ പണാധിപത്യം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കൂടി വയ്യ.